ഹായ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതി. അപ്പം എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി സ്പെഷ്യലാക്കാമല്ലോ. ഞാൻ മാത്രമല്ല, അവരും കൂടി ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ. അവരെണീറ്റിട്ടില്ല, എണീപ്പിക്കാൻ ഞാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം ടൈം എന്ന് പറയുന്നത് 10 o'clock ഒക്കെ ആയിട്ടുണ്ട്. എണീപ്പിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. ഗായ്സ്, എൻ്റെ റൂമിലാണ് ഇവർ കിടന്നുറങ്ങിയത് കേട്ടോ. ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നിട്ട് നാളെ രാവിലെ പോകുന്ന പോലെയാണ്. അവർ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ വിളിക്കാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുത്തിപ്പൊക്കാവുന്ന. ഇവർ കുറേ നേരമായിട്ടോ ഉറങ്ങിയിട്ട്. കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഇന്നലെ കിടന്നത്. അതുകൊണ്ട് തന്നെ രമ്യേൻ്റെ വേഗം എണീറ്റു. പക്ഷെ രേഷ്മേൻ്റെയാണ് എണീക്കാണ്ട് അവിടെ ഇങ്ങനെ കുറേ നേരം കിടന്നു. എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എണീക്കെന്ന് പറഞ്ഞ് കുറേ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം എണീറ്റ് കഴിഞ്ഞിട്ട് കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഗാനമേളമായിരുന്നു അവിടെ വീട്ടിൽ മൊത്തം. ഗായ്സ്, അപ്പം ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇന്ന് ബീഫും പിന്നെ പുട്ടും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഫ്രണ്ട്സ്, ഞാൻ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുട്ടും ബീഫൊക്കെ ആയിരുന്നു. അപ്പം ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഒന്ന് ഫോണൊക്കെ നോക്കണം. പിന്നെ എനിക്ക് രേഷ്മേൻ്റെയും രമ്യേൻ്റെയും ഗിഫ്റ്റായിട്ട് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സൈസ് കറക്റ്റാണോ എന്ന് ഇട്ട് നോക്കണം. പിന്നെ ഞാൻ വേറെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ അതൊന്ന് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഇനി നമുക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് കാണേ. ഗൈസ്, അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സ് വന്നപ്പം എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ LSS പാസ്സായി. അതിൻ്റെ വക ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയതാണ്. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. ഗായ്സ്, അപ്പോൾ ഇവരെല്ലാവരും കൂടി പാട്ട് പാടാൻ പോയിട്ടുണ്ട്. പാട്ട് പാടുന്നതിൻ്റെ ക്ലിപ്സ് ഞാൻ ആകെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അവർ കുറേ നേരം പാടി. പക്ഷേ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എനിക്ക് അത്രേ കിട്ടിയല്ലോ. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ രാവിലെയൊക്കെ കുറച്ച് നേരം കൂടുതൽ നേരം ഫോണിൽ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഷോർട്സും പിന്നെ എൻ്റെ വീഡിയോസിന് എത്ര ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ആയി എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഫോണിൻ്റെ ചാർജ് ഞാൻ കുത്തിയും വെച്ചു. പകുതിയിൽ കുത്തിയും വെക്കുന്നുണ്ട്, പിന്നെ പകുതിയിൽ ഞാൻ ക്യാപ്ചറും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ വോയിസ് ഓവർ ഞാൻ നേരത്തെ എല്ലാം ചെയ്തപ്പോൾ തന്നെ എന്തോ വോയിസിൻ്റെ പ്രശ്നം വന്നു. ഇപ്പം ഞാൻ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഗായ്സ്, അപ്പം ഞങ്ങൾ പാട്ടൊക്കെ പാടി വന്നപ്പോഴത്തേക്കും ഉച്ചയായി. ഞാൻ രമ്യേൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇന്നെന്താ ലഞ്ച് എന്ന്. ലഞ്ച് ആർക്കും അറിയില്ല, സർപ്രൈസാണ്. ഇതാണ് കേട്ടോ രേഷ്മേൻ്റെ ബാക്കിലിരിക്കുന്ന. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന എന്താണെന്ന് കാണിച്ചു തരാം. ഗായ്സ്, അടിപൊളിയായിരുന്നു കേട്ടോ. ലഞ്ച് എന്ന് പറയുന്നത് കിടുവായിരുന്നു. ഞാൻ കഴിച്ചിട്ട് കാണാം. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. അപ്പം എല്ലാവർക്കും തോന്നി പഴംപൊരി ഉണ്ടാക്കിയാലോ എന്ന്. ഞാൻ പോയി പഴം മേടിച്ചു. അപ്പോൾ എനിക്കൊരു മിഠായിയും കിട്ടി. ഒക്കെ ഞാൻ കാണിക്കാം. ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കുകയാണ്. രമ്യേൻ്റെയാണ് ഉണ്ടാക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. മറ്റേ മൈദപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം സെറ്റാക്കി ഇനി പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രേഷ്മേനും വന്ന് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. പാനൊക്കെ ഇനി വെക്കാൻ പോകുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പം പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇഷ്ടമുള്ളത് എടുക്കാം. വീട്ടിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം നമുക്ക്.
ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് ഓയിലാണ്. സോ പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അത്രയും ഓയിൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. ഞാനെല്ലാവരും വേണ്ടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോ ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ അമ്മറത്തേക്ക് പോയി ഇങ്ങനെ ഇതാക്കുക. പിന്നെ ബനാന എടുത്തിട്ട് മൈദയിൽ മുക്കിയിട്ട് ഇതുപോലെ വെക്കുക. അപ്പം നമ്മളുടെ സംഭവം റെഡിയാക്കും. ഇനി അത് ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗായ്സ്, അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കടയിൽ പോയപ്പോൾ ഇതാണ് മിഠായി മേടിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് അവർ വന്നപ്പോൾ ഒരു ഗിഫ്റ്റും കൂടി തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കുകളൊക്കെ മീൻസ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ലാക്മേൻ്റെ 05 റെഡ് സാങ്ക്രിയ പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്. ക്യാമറയിൽ കാണുമ്പം കുറച്ചും കൂടിയും എന്താ പറയുക, ലൈറ്റായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത്ര ലൈറ്റല്ല, ഇത്തിരി ഡാർക്കാണ്. പിന്നെ ഇത് സ്മച്ച് പ്രൂഫാണ്. ഞാൻ കുറേ ഉരച്ചൊക്കെ നോക്കി, പോത്തൊന്നുമില്ല പെട്ടെന്ന്. കുറേ നേരം നിൽക്കുന്നുണ്ട്. ഞാൻ ഡിന്നർ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അതുവരെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്താ പറയുക, ഇതാണ് എൻ്റെ ഒരു കുട്ടി വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ്. സോ എന്താ പറയുക, ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു. ഡിന്നർ ദോശയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എൻ്റെ ഫോണിൽ 25% ഉള്ളൂ. അതിനെ ഞാൻ ഡിന്നർ കഴിക്കുമ്പോൾ കുത്തിയിട്ടിട്ട് എടുത്തുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയത്. സോ ഈ വീഡിയോ എൻഡ് ചെയ്യിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനിപ്പം എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ 10:57 സമയം. സോ എന്താ പറയുക, ഇനിയും ഞാൻ ഉറങ്ങാൻ പോകുന്നുള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.